ഇന്ന് കേരള സ്റ്റൈലിൽ ചമ്മന്തി റെസിപ്പി നോക്കിയാലോ? കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം ഈ ചമ്മന്തി റെസിപ്പി. അപ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് തമിഴ്നാട്ടിലുണ്ട്. അവർക്ക് ഈ ചമ്മന്തി റെസിപ്പി അറിയില്ല. അപ്പം ഒരു കമൻറ്റും കൂടി ഉണ്ടായിരുന്നു എനിക്ക് ചമ്മന്തി റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട്. എന്നാൽ അവർക്കും കൂടിയിട്ടാണ് ഈ വീഡിയോ. മിക്സിയുടെ ജാറിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്നിൽ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റവിലിട്ടൊന്ന് ചുട്ടെടുത്താലും മതിയാവും. എന്നിട്ട് 4 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു നെല്ലിക്കാൻ്റെ അത്രയ്ക്ക് വലിപ്പമുള്ള പുളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഈ മുളക് പൊടിക്ക് പകരം കാന്താരി മുളക് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം കേട്ടോ. ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആർക്കൊക്കെയാണ് ചമ്മന്തിയും ചോറും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇനി എന്തെങ്കിലും റെസിപ്പി വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ ഓക്കെ, ബൈ.